ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരമായ ഹിന്ദുവേട്ടയ്ക്കും മതമൗലികവാദത്തിനെതിരെയും നാടാകെ പ്രതിഷേധം. കോട്ടയത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും ആയിരങ്ങൾ അണിനിരുന്നു. മതഭീകര ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ബംഗ്ലാദേശി ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിൽ ഹൈന്ദവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കൂട്ടക്കുരുതിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ അലയടിച്ചത്. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി നടത്തുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിലും പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരുന്നു. ഹിന്ദു ആചാര്യനും ബംഗ്ലാദേശ് സമ്മിളിത് സനാതൻ ജാഗരൺ ജ്യോത് നേതാവുമായ പ്രഭു ചിന്മയ് കൃഷ്ണദാസിനെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദം ലോകരാജ്യങ്ങൾ ചെലുത്തണമെന്നും കടുത്ത മനുഷ്യാവകാശ ലംഘന നടപടി പിൻവലിച്ച് നിരുപാധികം മോചിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിനു മുമ്പിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളന വേദിയിൽ സമാപിച്ചു. ബംഗ്ലാദേശിന്റെ അവസ്ഥ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇസ്ലാമിക മൗലികവാദികൾ നൽകുന്ന വാഗ്ദാനങ്ങളുടെ തട്ടിപ്പ് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നുവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ രാഷ്ട്രീയ സ്വയംസേവക് സംഘം പ്രാന്ത കാര്യകാരി അംഗം കാഭ സുരേന്ദ്രൻ പറഞ്ഞു. ബംഗ്ലാദേശിലെ ഇന്നത്തെ ന്യൂനപക്ഷങ്ങളുടെ ഗതികേട് കേരളത്തിൽ വരാതിരിക്കുവാൻ, ഭാരതത്തിൽ വരാതിരിക്കുവാൻ, ലോകത്തിലെ മറ്റിതര ദേശങ്ങളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിലെ സമുദായ നേതാക്കൾ, ഹിന്ദു സമുദായ നേതാക്കളും കേരളത്തിലെ ഹിന്ദു സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഇതര രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ ഒരിക്കൽ തിരുനക്കര മൈതാനത്ത് നിന്ന് മതേതരത്വത്തെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുവാൻ കോൺഗ്രസുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ മുസ്ലിം ലീഗുകാരനോ സാധ്യമായി എന്ന് ആലപ്പുഴയിൽ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ഹാളിൽ സമാപിച്ചു. ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ RSS പ്രാന്ത ഗ്രാമവികാസ് സഹസംയോജകൻ CG കമലാകാന്തൻ വ്യക്തമാക്കി. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് നാം കാണുന്നത് അവിടെ ഒരു വിദ്യാർത്ഥികളുടെ സമരം ആയിരുന്നില്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ഒരു ഭീകരശക്തിയുടെ താണ്ഡവ നൃത്തമാണ് വാസ്തവത്തിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് നാം കാണുന്നത്. ഇടുക്കിയിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ആഗോള ജിഹാദിന്റെ ഭാഗമായുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്ന് RSS ദക്ഷിണ പ്രാന്ത ബൗദ്ധിക് പ്രമുഖ് P ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചു. ജിഹാദിന്റെ നടത്തിപ്പാണ് ഇവിടെ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? വിശുദ്ധമായ യുദ്ധം എന്നുള്ളതാണ്. ദാറുൽ ഇസ്ലാം എന്നുള്ള നിലയ്ക്ക് ലോകത്തെ മുഴുവൻ തന്നെ മതവൽക്കരിച്ച് ഇസ്ലാമിക പ്രദേശമാക്കി മാറ്റുക, ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും ജിഹാദാണ് എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനം. അതിനുവേണ്ടി അവർ നാടുകളെ മൂന്നായി തരംതിരിക്കുന്നു. ആദ്യം 3 ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിൽ വിവിധ മഠങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ, വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ആലപ്പുഴ ബ്യൂറോകൾക്കൊപ്പം ജനം, കോട്ടയം.